ഹായ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പവർ പ്ലാറ്റ്ഫോം ഡയറീസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാൻവാസ് ആപ്പും മോഡൽ ഡ്രിവൺ ആപ്സുമാണ്. ഇത് സിംപ്ലി പറഞ്ഞാൽ എന്താണ് പവർ ആപ്സ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി പവർ ആപ്സ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ ലോ കോഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. അതായത് നിങ്ങൾ ഒരു ലൈൻ ഓഫ് കോഡ് പോലും എഴുതാതെ നിങ്ങൾക്കൊരു മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നോളജിയാണ് പവർ ആപ്സ് എന്ന് പറയുന്നത്. ഓൾറെഡി സർട്ടിഫിക്കേഷൻ പ്രിപ്പയർ ചെയ്യുന്നവരായതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും വിശ്വസിക്കുന്നു. സോ ബേസിക് കൺസെപ്റ്റ്സ് എല്ലാം അറിയാം. പക്ഷേ നമ്മുടെ സർട്ടിഫിക്കേഷൻ എക്സാം ഫണ്ടമെൻ്റൽസ് ആയതുകൊണ്ട് ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. സോ അതിൻ്റെ കൺസെപ്റ്റ് എന്താണ് പവർ ആപ്സ്, ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റത്തില്ല, എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പ്രിപ്പയർ ചെയ്താൽ മതിയായിരിക്കും. സോ ബേസിക്കലി പവർ ആപ്സിനകത്ത് നമുക്കിപ്പം അധികം പ്രോഗ്രാമിംഗ് നോളജിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു എക്സൽ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ ഒരു മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സലിനകത്ത് നമ്മൾ സമ്മ് കാണാനും ആവറേജ് കാണാനൊക്കെ ഇക്വേഷൻസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഇക്വേഷൻസ് ഉപയോഗിച്ച് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻ, നിങ്ങളെ മൊബൈലിൽ കാണേണ്ട സ്ക്രീൻ ഏതാണ്, ആ സ്ക്രീൻ വലിച്ചിരുന്നു അങ്ങോട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഡേറ്റ എൻട്രി ഉള്ള ഫീൽഡ്സ് വേണം, ആ ഫീൽഡ്സ് നിങ്ങൾക്ക് അവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാം. ഇപ്പം 2 ഫീൽഡ് എൻട്രി ചെയ്യുമ്പോൾ 3rd ഫീൽഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യണം. നമ്മൾ എക്സൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമോ ആ സെയിം ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അത്ര സിമ്പിളാണ് പവർ ആപ്സ്. അത് മാത്രമല്ല, ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ഓഫ് കോഡ് പോലും എഴുതാൻ നിങ്ങൾക്ക് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ എക്സലിലെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇല്ല, നിങ്ങളൊരു ഡെവലപ്പർ ആണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുൾ സൈക്കിൾഡ് പർച്ചേസ് ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. കോഡ് എഴുതാതെ ഇപ്പോൾ ഒരു ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ ഒരു സൈറ്റിൽ പോയിട്ട് സ്റ്റോക്ക് എടുക്കാൻ അങ്ങനത്തെ ഇൻഫർമേഷനൊക്കെ നമുക്കൊരു കോഡ് എഴുതാതെ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങളൊരു അഡ്വാൻസ്ഡ് ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് സിസ്റ്റം വേണം. ഒരു സെയിൽസ്, പർച്ചേസ്, ഇൻവെൻട്രി, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൻ്റെ കോഡ് .NET കോഡ് എഴുതിയോ അല്ലെങ്കിൽ ബാക്കി നമ്മുടെ സാധാരണ UI ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇതിനകത്ത് ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പവർ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ഉള്ള കണക്റ്റേഴ്സ് എല്ലാം ഉണ്ട്. ഇപ്പോൾ തന്നെ 300-400+ കണക്റ്റേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ പല സിസ്റ്റംസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി API എഴുതിയോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കണക്ട് ഓൾറെഡി കണക്ട് ചെയ്യുമ്പം അതിനകത്തുള്ള APIs, അതിനകത്തുള്ള ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യുന്നു സിമ്പിളായിട്ട് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ അഷ്യൂർ ബ്ലോബ് സ്റ്റോറേജ്, അഷ്യൂർ ബ്ലോബിലോട്ട് നിങ്ങളിപ്പം നിങ്ങളുടെ ഒരു മൊബൈൽ ആപ്പിൽ നിന്ന് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ബാക്ക് എൻഡിൽ ആ സർവീസ് യൂസ് ചെയ്യണം. ആ റിക്വയർഡ് വെബ് സർവീസ് വെച്ച് വേണം, അല്ലെങ്കിൽ ആ API കൺസ്യൂം ചെയ്തുകൊണ്ട് വേണം അപ്പം ആ ബ്ലോബിൽ ഒരു ഫയൽ സ്റ്റോർ ചെയ്യാനോ റീഡ് ചെയ്യാനോ. അല്ലെങ്കിൽ ഇപ്പം എക്സലിൽ നിങ്ങൾക്ക് എക്സൽ ഓൺലൈനുണ്ട്, എക്സൽ ഓൺലൈനിലെ ടേബിളോട്ട് നിങ്ങൾക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ. സോ അതിനകത്ത് നമ്മൾ APIs കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണക്ടറുണ്ട്, അവിടെ ഒരു ബട്ടണുണ്ട് ആഡ് ന്യൂറോ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്താൽ ബ്ലോബിൽ സേവ് ഫയൽ, ഗെറ്റ് ഫയൽ URL, ഫയൽ മീൻസ് ഫയൽ പാത്ത്, ഇങ്ങനത്തെ ഓരോ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് സ്റ്റെപ്സ് വെച്ചാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ 400+ ആപ്ലിക്കേഷൻ ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. അത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇല്ല, നിങ്ങളുടെ ഇപ്പോൾ ഒരു ലെഗസി സിസ്റ്റമാണ്, നിങ്ങൾക്ക് കസ്റ്റം കണക്ടറും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ കമ്പനി തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു സിസ്റ്റമാണ്, അതിന് കുറച്ച് APIs ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ ആപ്പ് അതുമായിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. വൺസ് നിങ്ങൾ APIs ഡിഫൈൻ ചെയ്ത് കണക്ടർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയിൽ എത്ര കാലം വേണമെങ്കിലും എത്ര ആപ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കണക്ട് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു കോംപ്ലിക്കേറ്റഡ് API കൺസെപ്ഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ്, ഇതിനകത്ത് നമുക്ക് 3 ടൈപ്പ് ഓഫ് ആപ്സ് ആണുള്ളത്. ഒന്ന് ക്യാൻവാസ് ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ സ്ക്രീനിൽ കാണേണ്ട സ്ക്രീൻ എഴുതും, ഫീൽഡ്സ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു, എന്നിട്ട് അത് ഡേറ്റാബേസിൽ ഏത് ടേബിളോട്ട് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ ഡേറ്റാബേസ് എന്തുവാകാം. ഫോർ എക്സാമ്പിൾ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഷെയർ പോയിന്റിൽ ഒരു ലിസ്റ്റ് ആകാം, ഇല്ലെങ്കിൽ ഒരു എക്സൽ ഓൺലൈനിലാകാം, ഇങ്ങനത്തെ, അല്ലെങ്കിൽ ഒരു SQL സെർവറോ ബാക്കി ഓറക്കിളോ അല്ലാത്തുള്ള ഡേറ്റാബേസസും വേണമെങ്കിലാകാം. പക്ഷെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സലിൽ നിന്ന് വരെ വേണം ചെയ്യാം. പക്ഷേ ക്യാൻവാസ് ആപ്പിൽ നമ്മൾ ആ ഫീൽഡ്, ഇപ്പം ഫോർ എക്സാമ്പിൾ നെയിം എന്നൊരു ഫീൽഡുണ്ട്, ആ ഫീൽഡ് ഒരു ടെക്സ്റ്റ് ഫീൽഡ് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു, അത് ഏത് ഫീൽഡുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോഡൽ ഡ്രിവൺ ആപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ Dynamics 365 യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം. Dynamics 365 എന്ന് പറയുന്നത് ഒരു മോഡൽ ഡ്രിവൺ ആപ്പാണ് ഇപ്പോൾ ഉള്ളത്. സോ അതുപോലെ തന്നെ ഈ പറഞ്ഞതുമായിട്ട് ഇപ്പോൾ റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ ക്യാൻവാസ് ആപ്പിൽ നമ്മൾ ഡാറ്റാബേസ് സെപ്പറേറ്റ് ആണ്. പക്ഷേ ഇവിടെ നമ്മളൊരു
ഫോർ എക്സാമ്പിൾ ഒരു ഫീൽഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പം നെയിം എന്നൊരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ബാക്കെൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് ടേബിളിൽ ആ ഒരു കോളം എൻ്റർ ആകും. അല്ലെങ്കിൽ കസ്റ്റമർ എന്നൊരു പുതിയൊരു ഞാൻ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യണം. എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഡാറ്റാബേസിൽ ആ കറസ്പോണ്ടിങ് ടേബിൾ ക്രിയേറ്റ് ആകും. അതിൻ്റെ റിക്വയർഡ് ആയിട്ടുള്ള ഫിൽറ്റേഡ് വ്യൂസ് ക്രിയേറ്റ് ആകും, വാലിഡേഷൻസ് ക്രിയേറ്റ് ആകും. അതെല്ലാം ഓട്ടോമാറ്റിക്കലി വരും. കുറച്ചും കൂടെ ഒരു പ്രൊഫഷണൽ ലുക്കിംഗ് ആപ്ലിക്കേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് റെസ്പോൺസീവ് ആയിരിക്കും. അത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും. കുറച്ച് പാടായിരിക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഈ രണ്ട് ആപ്സും യൂസ് ചെയ്യാൻ മനസ്സിലാകും. എനിവേ, ഇഫ് യു ഹാവ് ടു പാസ് ദ എക്സാം, മൈ പേഴ്സണൽ അഡ്വൈസ് എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. ഫണ്ടമെൻ്റൽസ് ആണ്. നിങ്ങൾ ഒരു ബേസിക് നോളജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാക്കാൻ പറ്റും. പിന്നെ പോർട്ടൽ നമ്മളിപ്പോൾ കസ്റ്റമർ പോർട്ടൽ, എൻ്റെ കസ്റ്റമറിനെ വന്ന് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് ഈ ഡേറ്റ കാണണം, അവരുടെ പേയ്മെൻറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയില്ല. കസ്റ്റമർ മാത്രമല്ല, എൻ്റെ പാർട്ട്നേഴ്സിന് ചെയ്യാൻ പറ്റും. എംപ്ലോയീസിന് വേണ്ടി വേറെ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു വെബ് പോർട്ടൽ അല്ലെങ്കിൽ കസ്റ്റമർ കെയർ വെബ്സൈറ്റ് എന്ന് പറയുന്നത് സെയിം കൺസെപ്റ്റിലാണ് പോർട്ടൽസ് ഉള്ളത്. ഈ കാണുന്ന സ്ക്രീൻ നോക്കിയാൽ മനസ്സിലാക്കാം. ഇതാണ് ഫസ്റ്റ് കാണുന്നതാണ് ഒരു ക്യാൻവാസ് ആപ്പിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ. പക്ഷേ മോഡൽ ഡ്രിവൺ ആപ്പ് നോക്കിയാൽ കാണാം കുറച്ചും കൂടെ പ്രൊഫഷണൽ ലുക്കിംഗ് ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത്. പക്ഷേ റെസ്പോൺസീവ് ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡെസ്ക്ടോപ്പ് വ്യൂ ആണ്. പക്ഷേ അത് ടാബിലോ മൊബൈലിലോ ഒക്കെ കറക്റ്റായിട്ട് റെൻഡർ ആകും. ഒരിടത്ത് ഡിസൈൻ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പോർട്ടലിൽ കാണുന്ന പോലെ തന്നെ സാധാരണ നമ്മളൊരു കമ്പനിയുടെ സപ്പോർട്ടോട്ടൊക്കെ നമ്മൾ കയറുമ്പോൾ കാണുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഉള്ളത്. സോ പോർട്ടലിനകത്തുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോർട്ടൽ യൂസ് ചെയ്യുമ്പം നമുക്കവിടെ ലൈസൻസിൻ്റെ ആവശ്യമില്ല. പക്ഷേ മോഡൽ ഡ്രിവൺ ആപ്പിനും ക്യാൻവാസ് ആപ്പിനും ഒരു ലൈസൻസ് ഉണ്ട്. പോർട്ടൽ നമ്മുടെ കസ്റ്റമേഴ്സിനാണ്. കസ്റ്റമറിന് നമ്മൾ ലൈസൻസ് അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ make.powerapps.com എന്നുള്ള URL-ലോട്ട് പോവുക, നിങ്ങളുടെ ക്രെഡൻഷ്യൽ വെച്ച് ലോഗിൻ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രയൽ ക്രിയേറ്റ് ചെയ്യാം. ട്രയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു URL അടിച്ചു കൊടുക്കുക. അവിടെ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ഈ ഒരു സ്ക്രീൻ. ഇവിടുന്ന് നിങ്ങൾക്ക് ആപ്സ് സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് ക്രിയേറ്റ് ന്യൂ ആപ്പ് ഉണ്ട്, ക്യാൻവാസ് ആപ്പ് ഉണ്ട്, മോഡൽ ഡ്രിവൺ ആപ്പ് ഉണ്ട്, പോർട്ടൽ ഉണ്ട്. ഇവിടെ തന്നെ കുറേ ടെംപ്ലേറ്റ്സും കാണും. ഇത് ഐ എം ഷുവർ നിങ്ങളിത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. കണക്ട് എവിടെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മോഡൽ ഡ്രിവൺ ആപ്പിൽ എന്തൊക്കെ പറ്റും, ക്യാൻവാസ് ആപ്പിൽ അത് പറ്റുമോ, അല്ലെങ്കിൽ പോർട്ടലാണ്. ഇപ്പം ഒരു സെനാരിയോ, എക്സാമിന് വരുന്നൊരു സെനാരിയോ ആയിരിക്കും. നിങ്ങളുടെ കസ്റ്റമറിന് ലോഗിൻ ചെയ്യണം, നിങ്ങൾ എന്ത് ആപ്പ് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ കസ്റ്റമറിന് ഫോർ എക്സാമ്പിൾ എക്സാക്റ്റായിട്ട് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന കമ്പനിയാണ്. ഇപ്പം ഓക്കെ, ഹോം അപ്ലയൻസ് വിൽക്കുന്ന കമ്പനിയാണ്, ഷോപ്പാണ്. നിങ്ങളുടെ ഷോപ്പിൽ നിങ്ങൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പ്രൊഡക്ട്സ് കൊടുക്കണം. അപ്പോൾ കസ്റ്റമറിനെ ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ എത്ര ഇൻസ്റ്റാൾമെൻറ്റ് പെൻഡിങ് ആയിട്ട് കാണണം. നിങ്ങൾ എന്ത് ആപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ക്യാൻവാസ് ആപ്പ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് മോഡൽ ഡ്രിവൺ ആപ്പ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് പോർട്ടൽ. സോ നമ്മൾ അവിടെ പോർട്ടലായിരിക്കും ആൻസർ. സോ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രാക്ടിക്കൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷേ ഈസി ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബേസിക്കലി എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പവർ പ്ലാറ്റ്ഫോമിലുള്ള ബിൽഡർ നമുക്ക് ഈസി ആയിട്ട് ഈ പവർ ആപ്സിലോട്ട് ഇൻഫ്യൂസ് ചെയ്യാൻ പറ്റും. ബിൽഡറിനകത്തുള്ള കറൻറ്റിലുള്ള മോഡൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രൊഡിക്ഷനാണ്. പ്രൊഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ റീഡ് ചെയ്തിട്ട് അത് വേണം പ്രൊഡിക്റ്റ് ചെയ്ത് ഫെയിൽ ആകുമോ, അല്ലെങ്കിൽ ആ ഫെയിൽ മീൻസ് ആ പ്രൊഡക്റ്റ് കറപ്റ്റ് ആകാൻ ചാൻസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊഡിക്റ്റ് അല്ലെങ്കിൽ ചില സെനാരിയോസ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾ അനലൈസ് ചെയ്യും. ഫോം പ്രോസസ്സർ, നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇൻവോയ്സ് ഉണ്ട്. ഇൻവോയ്സ് കസ്റ്റമർ മെയിൽ അയക്കണം. പവർ ഓട്ടോമാറ്റിക് വെച്ച് എനിക്ക് വേറൊരു ഫോൾഡറിലോട്ട് അത് മൂവ് ചെയ്യാം. അല്ലെങ്കിൽ അവിടുന്ന് ബിൽഡർ വെച്ച് ആ ഫോമിനെ പ്രോസസ്സ് ചെയ്യാം. ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് കസ്റ്റമർ ഒരു ബില്ല് തരുന്നു, ഞാൻ ആ ബില്ല് സ്കാൻ ചെയ്യുന്നു, അതിനകത്ത് എമൗണ്ടും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്ത് എൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്നു. അല്ലെങ്കിൽ ബിസിനസ് കാർഡ് എടുക്കും. ഒരു ബിസിനസ് കാർഡ് നമ്മൾ ക്യാമറയിൽ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നു, അതിനകത്ത് പേരും ഡീറ്റെയിലും ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്ത് അങ്ങനത്തെ ഒരു ഫോം കിട്ടി അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പോൾ എൻ്റെ വെയർ ഹൗസിൽ പോയിട്ട് ഞാൻ ഈ ആപ്പിലുള്ള ക്യാമറ ഓപ്പൺ ചെയ്തു. അപ്പോൾ വെയർ ഹൗസിൽ ഏതൊക്കെ പ്രൊഡക്റ്റ് ഇരിപ്പുണ്ട് എൻ്റെ കൗണ്ട് ഇതെടുക്കും. അപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റോക്ക് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്. അതുകൂടാതെ ഇപ്പം പല കാര്യങ്ങൾ, പല ഒബ്ജക്ട്സിനെ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ കൗണ്ട് എടുത്തത് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പിന്നെ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, ടെക്സ്റ്റിൻ്റെ ഒരു മീനിങ് വെച്ചിട്ട് അത് ഓരോന്നും ഇപ്പം കുറേ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ മീനിങ് സിമിലർ മീനിങ് ഉള്ളതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഈ ബിൽഡർ മോഡൽസ് എല്ലാം തന്നെ നമുക്ക് പവർ പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൈനാമിക്സ് 365 അല്ലെങ്കിൽ O365 സെക്യൂരിറ്റി കാര്യങ്ങൾ തന്നെയാണ് യൂസേഴ്സിനെല്ലാം വരുന്നത്. പിന്നെയുള്ള അഡീഷണൽ ആയിട്ടുള്ള കാര്യം നമുക്ക് DLP ഡാറ്റ ലോസ് പ്രിവെൻഷൻ ഉണ്ട്. ആക്സിഡൻ്റൽ ആയിട്ട് ഡാറ്റ ലീക്ക് ആയിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് കോൺഫിഗർ ചെയ്ത് വെക്കാൻ പറ്റും. അതൊന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. DLP എന്താണെന്നുള്ളത് അവിടെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ഉണ്ട്. പിന്നെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ട്.
ടെനൻ്റ് എന്താണ്, ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ എക്സാം എഴുതിയപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചോദിച്ചിരുന്നു. സോ അഡ്വൈസ് ഈ ഒരു പോർഷൻ നിങ്ങൾ വായിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. DLP എന്താണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി പവർ ആപ്സ് എന്നുള്ള കാര്യം സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അവിടെ നമുക്ക് കാണാൻ പറ്റും. സോ ഇത്രയാണ് ബേസിക്കായിട്ട് മോഡൽ ഡ്രിവൺ ആപ്പിൽ നിന്നും പവർ ആപ്സിൽ നിന്നല്ല പോർട്ടൽസിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്നോ രണ്ടോ നിങ്ങൾ ഒരു മോഡൽ ഡ്രിവൺ ആപ്പ്, 2 പവർ ആപ്പ്, ഒരു പോർട്ടൽ ഇത്രയും ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു മൈക്രോസോഫ്റ്റ് ലേണിലെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചാൽ മതി. ഈ ഒരു സെക്ഷൻ ഓൾമോസ്റ്റ് പാസ്സാകാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ ഒരു 99.9% ആൾക്കാർ ഒരു പവർ ആപ്പിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളവരായിരിക്കും എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾക്ക് വലിയൊരു പാടുള്ള ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ സെക്ഷൻ വരാൻ ചാൻസ് ഇല്ല. എനിക്ക് കുറച്ച് നമ്മൾ കെയർഫുള്ളായിട്ട് ആൻസർ ചെയ്യേണ്ട സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിയുടെ പോർഷൻ മാത്രമാണ്. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഒരു സെക്ഷൻ പാസ്സാകാം. That's it about Power Apps, Canvas app and Model Tune apps. Okay, I hope this was helpful for you. All the best. Thank you.